Good afternoon. ആരുല്ല ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ. മ്യൂട്ടാണോ നിങ്ങൾ? അല്ലല്ലോ. Good afternoon, Miss. Yes, good afternoon. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ വളരെ സ്ട്രെങ്ത് കുറവാണ്. വരട്ടെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയിരുന്നു, പക്ഷെ എപ്പോഴും 5 പേരെ കയറിയിട്ടുള്ളൂ. 5 പേര് അല്ലെ? 5 പേരല്ലേ കയറിയുള്ളൂ? അതെ, 2 ഒന്ന് ഞാനും ഒന്ന് എന്റെ പ്രസന്റേഷനുമാണ്. ഇത്രയും പിള്ളേര് കുറവായിരുന്നോ ക്ലാസ്സിലൊക്കെ? വളരെ കുറവാണോ പിള്ളേര് കയറുന്നേ? ഇരിക്കണം. ഓക്കെ, വരട്ടെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്? ഇൻഡെമ്നിഫൈ എ ലോസ് വിച്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു എനി ഡിസീസ് ഓർ ഇഞ്ചുറി ഓർ ആക്സിഡന്റ്, അല്ലെ? നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും പരിക്കുകള് അല്ലെങ്കിൽ ആക്സിഡന്റുകള്, ഇതിനെയൊക്കെ ഒരു പരിധി വരെ അതിൽ നിന്നുണ്ടാകുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെ, ഫിനാൻഷ്യൽ ലോസ്, അത് നമുക്കറിയാം. ഇന്ന് മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ ഭയങ്കര ഹ്യൂജ് ആണ്. കാരണം ഓരോ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സർജറീസ് ഒക്കെ വരുമ്പോ തന്നെ ഒരുപാട് എമൗണ്ടുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ എന്താ പറയാ എമൗണ്ടുകൾ ഇങ്ങനെ നീക്കി വെക്കുന്നത് മറ്റൊരു രീതിയിലുള്ള നീക്കിവയ്പ്പാണ്. അതായത് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലെയിം കിട്ടണം, അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നമുക്ക് അതൊക്കെ സഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു നീക്കിവെക്കലാണ്, ഒരു സേവിങ് പോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയാ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് സേവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞു കുറച്ച് എമൗണ്ട് ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രീമിയം ആയിട്ട് അടച്ചിട്ടുണ്ടാകുക. പക്ഷെ നമുക്ക് അഷ്യൂർ ചെയ്തിരിക്കുന്ന ഒരു സം അഷ്വേർഡ് ഉണ്ട്. നമ്മൾ പോളിസി എടുക്കുമ്പോൾ ആ അഷ്വേർഡ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുമെന്നുള്ള ആ ഒരു ഗ്യാരണ്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹോസ്പിറ്റലൈസേഷൻ കവർ, അതുപോലെ തന്നെ എന്താ പറയാ ഡിസീസസ് കൊണ്ടുണ്ടാകുന്നത്, ഹോസ്പിറ്റലൈസ്ഡ് ആയത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കവറേജുകൾ, ഒത്തിരി ഡിഫറെന്റ്. അത് ഡിപ്പെൻസ് അപ്പോൺ ദ പോളിസിയുടെ എഗ്രിമെന്റിന് അനുസൃതമായിട്ട് ഓരോ വ്യത്യസ്ത രീതിയിലുള്ള പോളിസീസ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ബെനിഫിറ്റുകൾ അവൈൽ ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരം പോളിസീസിൽ ചേർന്നാൽ ലഭ്യമാകുന്നതാണ്, അല്ലെ? അപ്പൊ അത്തരം കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചില ഡിസീസസ്, നമ്മുടെ എന്തൊക്കെ ഡിസീസസ് ആണ് ഹോസ്പിറ്റലൈസ് ആയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഇൻഷുറൻസ് കവറേജിൽ വരുന്നത് ഏതൊക്കെയാണ്, IRDAI ചില ഡിസീസസിനെ, അല്ലെ, ചില മെഡിക്കൽ ട്രീറ്റ്മെന്റുകളെയൊക്കെ ഇതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അതിൽ നിന്നും നമുക്ക് കവറേജ് കിട്ടുന്നതല്ല. പിന്നെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ചില ഡിസീസസ് നമുക്ക് എന്ത് ചെയ്യാം, അവര് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ വെയിറ്റിംഗ് പീരീഡിൽ ഇത്തരം അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കവറേജ് കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഡിസീസസിന്റെ പേരുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടൈപ്പുകൾ: ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ, പിന്നെന്താ ക്രിട്ടിക്കൽ ഇൽനസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, അതിന്റെ ടോപ്പ് അപ്പ്. ഇങ്ങനെ 5 രീതിയിലുള്ള കവറേജുകൾ കിട്ടുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീമുകൾ നിലവിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കൂടാതെ എന്താ പറയാ കുറച്ച് ഇൻഷുറൻസ് പദ്ധതികൾ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെ, സാമൂഹിക സുരക്ഷ ഇൻഷുറൻസ് ആണ്. അപ്പൊ ഹെൽത്ത് ആരോഗ്യ ഇൻഷുറൻസ് ആണ്.
അപ്പൊ അതിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഇതൊരു എംപ്ലോയിയുടെ പേരിൽ എടുക്കുന്ന ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ മാത്രമല്ല ഇറ്റ്സ് ടേക്കൺ ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഓൾസോ ദാറ്റ് ഗ്രൂപ്പ് വിൽ ബി ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. കുറച്ച് ആളുകളുടെ പേരിൽ ഒരുമിച്ച് കുറച്ച് എംപ്ലോയീസിന്റെ പേരിൽ എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. അപ്പൊ ഒരു ചെറിയ ഗ്രൂപ്പിനെ കൺസിസ്റ്റ് ചെയ്തിട്ടാണ് അത്തരം പോളിസീസ് എടുക്കുക. അപ്പൊ ആ പോളിസീസ് എടുക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് എടുക്കണേ എന്നുള്ളത്. ആൻഡ് ഓൾസോ അറ്റ് ദ ടൈം ഓഫ് എനി ഇൻസിഡന്റ് ആ ഒരു പ്രോഗ്രാമിൽ ഈ പറയുന്ന എന്താ പറയാ പോളിസിയുടെ ബെനിഫിറ്റ് അവൈൽ ആകേണ്ട വ്യക്തി ഇൻക്ലൂഡഡ് ആയിരിക്കണം ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനിൽ. എന്നുവെച്ചാൽ ഇപ്പോൾ 2-3 പേര് അടങ്ങുന്ന അല്ലെങ്കിൽ 5 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ പേരിൽ എംപ്ലോയർ ഇൻഷുറൻസ് എടുക്കുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ മറ്റു കാര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ ആ 5 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിൽ ഒരാള് ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ പെടാത്ത ഒരാള് എന്ന് വെച്ചാൽ ആ ഒരു ജോലിയിൽ ഉണ്ടായിരുന്നില്ല ആള്, ആ സമയത്ത് ആ വർക്കിങ്ങിൽ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ആ പ്രോഗ്രാമിൽ ആള് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ. ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ് അവൈലബിൾ ആകണമെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന സ്കീം കൊണ്ടുള്ള ബെനിഫിറ്റ് ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് പ്രൊവൈഡഡ് അറ്റ് ലോ കോസ്റ്റ്, അല്ലെ? വളരെ ചെറിയ ചെലവിലാണ് ആ ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ്. ആൻഡ് ഓൾസോ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബെനിഫിറ്റ് ആർക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തില BPL ഫാമിലീസിന്, അത് ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. പിന്നെന്താ, പോളിസി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് കവറേജ് ഫോർ പുവർ പീപ്പിൾ. അത് BPL എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ എടുത്തു പറയാൻ പുവർ പീപ്പിൾ ആണ് ഇവർ ഉദ്ദേശിച്ചത്, ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. And also it consists of the treatment in private hospitals and also government hospitals. Better care കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതോടൊപ്പം തന്നെ അപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രമാണോ ഈ ഒരു പോളിസി കൊണ്ട് ഗുണമുള്ളൂ എന്ന് വിചാരിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കണ്ട കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞു. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി, ഓരോ പദ്ധതികൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ ബെനിഫിറ്റുകളും ആർക്കാണ് ആ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓരോ സ്കീം പഠിക്കുമ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, അല്ലെ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. കുറച്ച് ആൾക്കാരുടെ എണ്ണത്തിൽ ഭയങ്കരമായിട്ട് കുറവ് കാണുന്നത് കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയുന്നതാണ്. മാത്രമല്ല ഒരു അരമണിക്കൂർ ഞാൻ ടീച്ചറിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുമുണ്ട് എന്റെ പോർഷൻസ് എനിക്ക് പറ്റുന്ന രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അല്ലെ? സോ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തന്നെ തീർക്കണം. അല്ലാതെ അത്രയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് അന്നേ തന്നെയുള്ളൂ ഇനി നിങ്ങൾ വായിച്ചു പഠിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. സോ എന്റെ ഡ്യൂട്ടി എനിക്ക് വലുത് തന്നെയാണ്, അത് ഞാൻ ചെയ്ത് തന്നെ തീരണം. അതുകൊണ്ട് അരമണിക്കൂർ ഞാൻ ടീച്ചറിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ പോർഷൻസ് ഏകദേശം തീരാറായി. ആൻഡ് ഓൾസോ ഷെറീന മിസ്സിന്റെ കുറെ ടോപ്പിക്സ് അവിടെ പെൻഡിങ് ആണ്. അതിൽ നിന്ന് ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ തീർത്തിട്ട് വേണം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് രണ്ട് കാരണങ്ങളുള്ളതുകൊണ്ട് ബിഗിനിൽ ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞതാണ് എനിക്കറിയാം. ഞാനേ വളരെ കുറച്ച് പിള്ളേരെ ഇവിടെ കാണുന്നുള്ളൂ, ഒരു 20 പേരെ ഇവിടെ കാണുന്നുള്ളൂ. വൈ, വാട്ട് ഈസ് ദ റീസൺ? എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇവിടെ വരാത്തതിന്? ഇത്രയും കുട്ടികൾ ഉണ്ടാവാറുള്ളൂ ഈ സെക്കൻഡ് ബി ബാച്ചിൽ, അതായത് ഉച്ചയ്ക്കുള്ള ബാച്ചിലാണ് ഇത്രയും അധികം സ്ട്രെങ്ത് കുറഞ്ഞു കണ്ടേക്കണം. അതുകൊണ്ടാണ്. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ 1948 എന്താ പറയാ ഈ ESIC ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് എന്താ പറയാ ഈ ഒരു ഇതിന്റെ കൺട്രോൾ ഒക്കെ ഉള്ളത്. പിന്നെ അതിന്റെ ബെനിഫിറ്റുകൾ ആർക്കൊക്കെയാണ് അവൈലബിൾ ആകുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ഇവിടെ കിട്ടുന്നു, ഇതിലേക്ക് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മറ്റേതിനകത്ത് എംപ്ലോയർ ആണ്. ഈ SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ എംപ്ലോയർ ആണ് എംപ്ലോയീസിന്റെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത്. അങ്ങോട്ട് തന്നെയായിരിക്കും അടയ്ക്കുക. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എംപ്ലോയീസിന് കിട്ടുന്ന രീതിയിൽ. കാരണം അത്രയ്ക്ക് അങ്ങനത്തെ റിസ്കി ഫാക്ടേഴ്സ് കൂടുതലുള്ള ജോലി ആയതുകൊണ്ടാണ് എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രീമിയം പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ESI എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടത് ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആണ്. രണ്ടു കൂട്ടരും അതിന്റെ കോൺട്രിബ്യൂഷൻ നടത്തണം. എംപ്ലോയർ വേജസിന്റെ, അതായത് ആ എംപ്ലോയിയുടെ വേജസിന്റെ 3.25% എംപ്ലോയി എന്ന് പറയുന്നത് 0.75% കൊടുക്കണമെന്നും, പിന്നെ ചില ആൾക്കാർ എംപ്ലോയീസിനെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 176 rupees പെർ ഡേ കിട്ടുന്ന, അതിൽ താഴെ കിട്ടുന്നവർക്ക് എന്ത് ചെയ്യണ്ട, എംപ്ലോയി തന്റെ കോൺട്രിബ്യൂഷനിൽ നിന്നും അടയ്ക്കണ്ട എന്നുള്ളതൊക്കെ നമ്മൾ
പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബെനിഫിറ്റുകൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റൈറ്റ്, ഇവിടം വരെയല്ലേ പറഞ്ഞു നിർത്തിയ? ഒന്നോ രണ്ടോ ആള് കൂടുതൽ വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, എന്റെ ഒച്ചയെങ്കിലും കേട്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമ്മൾ ഇനി അടുത്തതിലേക്ക് ശരിക്കും കടക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ESI, അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മള് എംപ്ലോയർ അദ്ദേഹം എന്ത് ചെയ്യണം, ഈ പ്രീമിയം, അതായത് എംപ്ലോയിയുടെ പേരിൽ എടുക്കുന്ന ഇൻഷുറൻസിന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ഒരു കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. ഇത് രണ്ടും കൂടിയാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് എവിടെ ചെല്ലുന്നത്, പ്രീമിയം ആയിട്ട് ആ ഒരു പോളിസിയുടെ വാല്യൂ ആയിട്ട് അവിടെ ചെല്ലാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചോദ്യം അവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, കാൽക്കുലേറ്റഡ് വേജസ്, അതായത് ESI ആക്ട് 1948 പ്രകാരം ഒരു വേജസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ്. INR 20,000 ആണ്. എന്താണ് INR? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ്. അതായത് നമ്മളുടെ എന്താ പറയാ അന്താരാഷ്ട്രപരമായിട്ട് വാല്യൂ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു ഡിനോമിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. 20,000 രൂപ സാലറി അല്ലെങ്കിൽ വേജസ് വാങ്ങിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. ആളുടെ ESI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. എംപ്ലോയർ 3.25%, എംപ്ലോയി 0.75% എന്ത് ചെയ്യണം, കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 20,000 ഇൻറ്റു 3.25/100, അതാണ് 650 രൂപ. 20,000 ഇൻറ്റു 0.75% എന്ന് പറയുന്നത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ്, അത് 150 രൂപ. അങ്ങനെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 800 എന്ന് കാണിച്ചിരിക്കുന്നു. അതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. എംപ്ലോയറും എംപ്ലോയിയും കൂടിയിട്ട് ആ ഒരു പ്രീമിയം ആയിട്ട് എത്ര രൂപ അടയ്ക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ടിക്ക് ചെയ്ത് വെക്കാം. ആ എമൗണ്ട് INR 20,000 എന്ന് മാറി വേറെ ഏതെങ്കിലും വാല്യൂ തരുമ്പോൾ നമ്മൾ അതനുസരിച്ച് 3.25% എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെന്നും 20,000 ആ തന്നിരിക്കുന്ന വാല്യൂന്റെ 0.75% എംപ്ലോയിയുടെ ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ കണ്ടുപിടിച്ച് അതിന്റെ ഉത്തരം അവിടെ തന്നേക്കുന്നത് ടിക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ESI മൂവ് ചെയ്യാണ് അടുത്ത ഭാഗത്തേക്ക്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ, കുറെ നേരം വൈകരുത്. നെക്സ്റ്റ് വൺ CGHS ആണ്. ഇതൊക്കെ പറഞ്ഞോ ഞാൻ? ഇല്ലല്ലോ, അവിടെ വരില്ലേ പറഞ്ഞു. ഏതാ പറയണ്ടേ? ജോബി മോൾ കാൽക്കുലേഷൻ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ എംപ്ലോയിയുടെയും എംപ്ലോയറുടെയും രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് വേജസിന്റെ ആ എന്താ പറയാ കോൺട്രിബ്യൂഷൻ അങ്ങോട്ടേക്ക് കൊടുക്കണം. ഓക്കെ. അപ്പൊ അത് കൊടുക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു പ്രോബ്ലം ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 20,000 രൂപയാണെന്ന് വിചാരിക്കുക. INR ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ, അതാണ് അതിന്റെ ഫുൾ ഫോം. ചോദ്യമായിട്ട് ഞാൻ മറ്റേ മോക്ക് ടെസ്റ്റിൽ കൊടുത്തേക്കാം കേട്ടോ. INR ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ ആണ്. അത് 20,000 ആയ ഒരു വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആകുക. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേക്കണേ? എംപ്ലോയറുടേത് 3.25% ആണ്. 20,000 ഇൻറ്റു 3.25/100 കാൽക്കുലേറ്ററിൽ കുത്തി നോക്കിയാൽ എത്ര രൂപ കിട്ടും നോക്കാം. 20,000 ഇൻറ്റു 0.75% ആണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. അങ്ങനെ അത് രണ്ടും കൂടി ചേർന്ന് ടോട്ടൽ എത്ര രൂപയായി? 800 ആണ് ആളുടെ contribution who receives 20,000 as their wage. 20,000 രൂപ വേജസ് വാങ്ങിക്കുന്ന ആളുടെ കാൽക്കുലേഷൻ ആയിട്ട് അവിടെ കാണിച്ചേക്കണേ. ആ 20,000 മാറി 10,000 15,000 ഒക്കെ തരുമ്പോൾ നമ്മൾ അത് വെച്ച് 3.25 വെച്ചും അതുപോലെ 0.75 വെച്ച് ശതമാനം വെച്ചിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് കൂട്ടിയിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പൊ ക്ലിയർ ആയോ? ജോബി മോൾ ക്ലിയർ ആണോ? Yes. Next one, Central Government Health Insurance ആണ്. CGHS ആണ്. It is an oldest form of insurance scheme. ഇതും ഒരു പഴയ രീതിയിലുള്ള ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. ഇപ്പൊ അടുത്ത കാലത്തൊന്നും വന്നതൊന്നുമല്ല, പണ്ടേ മുതലുള്ളത് തന്നെയാണ്. And the scheme was introduced in 1954. 1954 ആണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീം നിലവിൽ വന്നത്. And it is for the benefit of government employees and pensioners and their families. അതായത് ഗവൺമെന്റ് ജോലിക്കാരും പെൻഷൻ കിട്ടുന്നവരും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചിരിക്കണം. ഏത് ഇയറിൽ അത് സ്റ്റാർട്ട് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. പെട്ടെന്ന്
സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്കീം എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ 2-3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാനുണ്ട്. വേഗം അണ്ടർലൈൻ ചെയ്തേ. PGHSന്റെ ഫുൾ ഫോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. ആ 4 സെന്റൻസുകളൊക്കെ അടങ്ങുന്ന ഒരു ആദ്യത്തെ 4 സെന്റൻസുകളൊന്നും അണ്ടർലൈൻ ചെയ്തില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇറ്റ് ഈസ് എ ഗുഡ് കവറേജ്. അത് ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു തരം കവറേജ് പോളിസിയാണ് ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 2-3 പോയിന്റ് ഇതാണ്. CGHSന്റെ ഫുൾ ഫോം സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ 1954 ആർക്കാണ്? ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ പെൻഷനേഴ്സിനും. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. ആൻഡ് ഇനി അവിടെ വേറെ എടുത്ത് പറയുന്നുണ്ട് ഹു ആർ ദ ബെനഫിഷ്യറീസ് ഓഫ് ദിസ് പോളിസി, അല്ലെങ്കിൽ ഇത്തരം സ്കീമുകളുടെ ബെനഫിഷ്യറി ആരാണെന്ന് കുറച്ച് പേരെ പേര് പറയുന്നത്. ആ പേരുകൾ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവൻസ്, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരും, പിന്നെ ആരാ? പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, പെൻഷൻ പറ്റിയിരിക്കുന്നവരും അവരുടെ ഫാമിലി മെമ്പേഴ്സും, പിന്നെ ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ്, അതായത് പാർലമെന്റ് മെമ്പേഴ്സ്, ഓണറബിൾ ആയിട്ടുള്ള പാർലമെന്റ് മെമ്പേഴ്സിനും ഈ പറയുന്നതിന്റെ ബെനിഫിറ്റ് സാധ്യമാക്കാവുന്നതാണ്. ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതും ഓണറബിൾ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS. CGHSന്റെ കീഴിൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന എംപ്ലോയീസ്, ഏതിൽ എംപ്ലോയീസ് ആണ്? ഓട്ടോണമസ് ബോഡീസ്. എന്താ ഓട്ടോണമസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ? സ്വന്തമായിട്ട് അവർക്ക് അവരെ തന്നെ ഗവേൺ ചെയ്യാൻ, ഭരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള ബോഡീസിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ, ഫേംസിനെ ഒക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓട്ടോണമസ് എന്ന് വിളിക്കുക. ഓട്ടോണമസ് കോളേജ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് കോളേജുകൾക്ക് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ ചില അധികാരം അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ CGHS കുറച്ച് ബോഡീസിനും ഈ പറയുന്ന എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവേൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൺട്രോളൊക്കെ അവരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബോഡീസിനെയാണ് നമ്മൾ ഓട്ടോണമസ് ബോഡീസ് വിളിക്കാം. അവിടെയുള്ള അത്തരം ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസിനും അവിടുത്തെ പെൻഷനേഴ്സിനും ഈ പറയുന്നതിന്റെ ബെനിഫിറ്റ് കവറേജ് കിട്ടുന്നതാണ്. ഫോർമർ ആയിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന സുപ്രീം കോടതി ജഡ്ജിനും അതുപോലെ ഹൈക്കോടതി ജഡ്ജസിനും ഈ പറയുന്ന കാര്യം ബാധകമാണ്. ഫ്രീഡം ഫൈറ്റേഴ്സ്, രാജ്യം കാക്കുന്ന ഫൈറ്റേഴ്സിനും ഉണ്ട്. എംപ്ലോയീസ് ഓഫ് റെയിൽവേ, ഇത് റെയിൽവേയുടെ ഒക്കെ ജേർണലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നത്, അതായത് പ്രസ് അസോസിയേഷൻസിലേക്ക് മെമ്പർമാര്, ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അതിൽ എംപ്ലോയീസിനൊക്കെ ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ആരാണ്? സിവിലിയൻ എംപ്ലോയീസ്, ഡിഫൻസിലൊക്കെ ഉള്ള ഡിഫൻസീവ് എംപ്ലോയീസിനൊക്കെ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പൊ ഈ ആളുകളുടെ പേരുകളാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്തെ ബെനിഫിറ്റുകൾ അവൈൽ ചെയ്ത് ലഭിക്കുന്നതായിരിക്കാം. ഈ ആളുകളുടെ പേരുകളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ക്ലിയർ ആയോ? ഇതുപോലെ പഠിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കാവുന്നതും കുറെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി നോക്കാം, വാട്ട് ആർ ദ, അല്ലെങ്കിൽ അണ്ടർ ദി സ്കീം, ഈ ഒരു സ്കീം പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്തൊക്കെ ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആണ് ലഭ്യമാക്കാൻ ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇവർക്ക് ഇൻഷുറൻസ് കിട്ടും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് കവർ ഫോർ PPF ആണ്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, ട്രീറ്റ്മെന്റ്, പിന്നെ ഇൻഷുറൻസ് ഓഫ് മെഡിസിൻസ്, മെഡിസിന് വേണ്ടിയിട്ടുള്ളതും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള കവറേജുകളും. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, എന്താണ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ഒരു നീക്കിയിരിപ്പാണ്. നമുക്കറിയാം റിട്ടയർമെന്റ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എംപ്ലോയീസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയി പോകും. കാരണം അത്രയും ആളുകളൊക്കെ ഭയങ്കര ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്ത് രാജ്യത്തിന് വേണ്ടിയൊക്കെ പല മേഖലകളിലും വർക്ക് ചെയ്തിട്ട് ഒറ്റയടിക്ക് റിട്ടയർമെന്റ് എന്ന് പറയുന്ന ആ പ്രായത്തില് പെട്ടെന്ന് ഏതെങ്കിലും ഒരു 4 ചുവരുകൾക്കുള്ളിലൊക്കെ അടിഞ്ഞു പോവുക. അപ്പൊ അവർക്കുണ്ടാകുന്ന മാനസികമായ വിഷമങ്ങള്, പിന്നെ എന്താ പറയാ പൈസ ഇല്ലാതെ ആകുമ്പോൾ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും മറ്റുള്ളവര് എന്നുള്ള ആകുലതയും വ്യാകുലതയും ഒക്കെ. അപ്പൊ അവരെയൊക്കെ ഒന്ന് അവർക്ക് കുറച്ചുകൂടി വാല്യൂ കൊണ്ടുവരണ്ടേ മറ്റുള്ളവരുടെ ഇടയിൽ. ചിലപ്പോ മക്കളാകാം,
അല്ലെങ്കിൽ പേരക്കുട്ടികളാകാം മരുമക്കളാകാം അവരൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കാശെങ്കിലും കണ്ടിട്ട് നമ്മൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സമാധാനവും അല്ലെങ്കിൽ അവർ നമ്മളെ കെയർ ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ ഇപ്പൊ നമ്മളുടെ സാലറിയിൽ നിന്ന് കുറച്ച് നീക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റ് അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കവറേജുകളും അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റുകൾ കിട്ടാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് കാണാം എന്നുള്ളതാണ് ഈ പോളിസിയുടെ മറ്റൊരു പ്രത്യേകത. ഇൻഡോർ ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ. എംപാനൽഡ് മീൻസ് എന്താ? എൻലിസ്റ്റഡ് ഹോസ്പിറ്റൽസ്. നമുക്കറിയാം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലേ ആ ഇൻഷുറൻസിന്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്ന എല്ലാ ഹോസ്പിറ്റൽസിലും അത് ലഭ്യമല്ല. ഇവിടെ നമ്മൾ നോക്കൂലേ, ചില ആൾക്കാർ ഈ ഇൻഷുറൻസ് ഉള്ള ആളുകൾ നോക്കും, അവർ പറയും അയ്യോ എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉള്ളതാ, അപ്പൊ ഇന്ന ഹോസ്പിറ്റലിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോകാനേ അവിടെ ആ ഇൻഷുറൻസ് പദ്ധതി ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ക്ലെയിം അവിടെ കിട്ടില്ല. എനിക്ക് ക്ലെയിം കിട്ടുന്ന ഹോസ്പിറ്റൽസിലാണ് എനിക്ക് പോകാൻ പറ്റുക. ദാറ്റ് മീൻസ് ദർ ആർ സം ഹോസ്പിറ്റൽ വിച്ച് ആർ എൻലിസ്റ്റഡ്. ഈ ഇൻഷുറൻസിന് വേണ്ടി എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഹോസ്പിറ്റൽസുകൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലോ ഇൻഡോർ ട്രീറ്റ്മെന്റുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് കവറേജ് കിട്ടും. ഫാമിലി വെൽഫെയർ സർവീസസ് നമുക്ക് മാത്രമല്ല, ഇപ്പൊ രോഗം വന്നു കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ല, നമുക്കറിയാം ജോലിയൊക്കെ കഴിഞ്ഞ് എന്താ വീട്ടില് സ്വസ്ഥം ഗൃഹമരണമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ട് ചില ക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കവറേജുകൾ. മെറ്റേണിറ്റി എക്സ്പെൻസുകൾ, സ്ത്രീകൾക്കാണെങ്കിൽ മെറ്റേണിറ്റി എക്സ്പെൻസുകൾ കവർ ചെയ്യാവുന്നതുണ്ട്. മാത്രമല്ല കവർ ഫോർ ആയുഷ് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രീറ്റ്മെന്റും അതിനകത്ത് ആയുർവേദ വരും, യോഗ നാച്ചുറോപ്പതി വരും, യുനാനി വരും, സിദ്ധ വരും, ഹോമിയോപ്പതി ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകൾ. അതാണ് ആയുഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സ്പെല്ലിംഗ് ഒക്കെ എക്സ്പാൻഡഡ് ഫോം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആയുഷിനകത്ത് ഏതൊക്കെയാ വരിക? ആയുർവേദ, യോഗ നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ചിലപ്പോ വേറെ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അതിനകത്ത് പെടുമെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുക. ആയുഷ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. എന്തൊക്കെയാണ്? PPF, കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഇൻഡോർ അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ എംപാനൽഡ് ഹോസ്പിറ്റൽസ്, പിന്നെ കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്, മെറ്റേണിറ്റി എക്സ്പെൻസസ്, ആയുഷ്, കവർ ഫോർ ആയുഷ്. ഇതൊക്കെയാണ് CGHS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിനകത്ത് വരുന്ന ബെനഫിറ്റുകൾ. ക്ലിയർ ആയോ? ക്ലിയർ? ഒന്ന് വേഗം ഒന്ന് ആ ഒരു പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. പോയിന്റ് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. ആയുഷ് അണ്ടർലൈൻ ചെയ്യാം. വായിച്ചോ? ഓക്കെ. ഫസ്റ്റ് പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ഏത്? ഇതാണോ? പറഞ്ഞല്ലോ. സെൻട്രൽ ഗവൺമെന്റ് CGHS ഫുൾ ഫോം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് 1954 എന്ന് പറഞ്ഞ ഇയർ പറഞ്ഞത്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്ന് പറഞ്ഞത്. അത്രയും 4 വരിയിലും ഓരോ ഭാഗം ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞല്ലോ. യെസ്. നെക്സ്റ്റ് വൺ. അടുത്തത്, ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു CGHS എന്ന് പറയുന്ന ആ ഒരു സ്കീമില് മെമ്പർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി ഒക്കെ എടുത്തിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് they are provided a plastic card, ഒരു ID പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ ATM കാർഡ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് ഇല്ലേ, നമ്മുടെ ആധാർ കാർഡ് ഒക്കെ പോലത്തെ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന ഇതിനകത്ത് സ്കീമിലെ ബെനഫിഷ്യറീസിന്. അല്ലെങ്കിൽ ഈ ബെനഫിറ്റുകൾ ലഭ്യമാകാൻ സാധ്യതയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഐഡന്റിഫിക്കേഷൻ കാർഡാണത്. അവർ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാർഡാണ്. അതിനകത്ത് ഒരു ഫോട്ടോ പതിച്ച കാർഡായിരിക്കും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ ഇത്തരം കാർഡ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇവരെല്ലാവരും ഈ സ്കീമില് മെമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ ഈ സ്കീം പ്രകാരം ഇവർക്കൊക്കെ ഈ ഇൻഷുറൻസിന് അവൈലബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും they will be provided a
ID പ്ലാസ്റ്റിക് കാർഡ്, അതിനകത്ത് ഫോട്ടോ പതിച്ചൊരു ID കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊരു യുണീക്ക് കാർഡാണ്, ഐഡന്റിറ്റി നമ്പർ ഉള്ള ഒരു യുണീക്ക് കാർഡാണ്. എന്ന് വെച്ചാൽ എന്താ, അതിനകത്ത് ഒരേ നമ്പർ ഉണ്ടായിരിക്കും, അത് യുണീക്ക് ആണ്, മീൻസ് ആ ഒരു സെയിം നമ്പർ വേറെ ആൾക്കും ഉണ്ടാവില്ല. അപ്പൊ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്പർ ഉള്ള ഒരു കാർഡായിരിക്കും. അങ്ങനെ ആ കാർഡ് വെച്ചിട്ട് ദേ ക്യാൻ ഗെറ്റ് ദ ബെനിഫിറ്റ്സ്. ഈ പറയുന്ന സ്കീം പ്രകാരം ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ലഭ്യമാക്കാവുന്നതാണ്. ഇനി ഈ കാർഡ് എല്ലാ ഗവൺമെന്റ് ജോലിക്കാർക്കും ഒരുപോലത്തെ അല്ല, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡാണ്. കാർഡ് ഒന്ന് തന്നെയാണ്, വെളുത്ത കാർഡാണ്. ഈ വെളുത്ത കാർഡില് ചില മാറ്റങ്ങൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ there will be stripe which is colored yellow, blue, red and green. നീലയും മഞ്ഞയും പച്ചയും ചുവപ്പും ഒക്കെ ആയിട്ട് 4 കളറുകളിലെ വരകൾ ഉണ്ടായിരിക്കും. വന്നാൽ ഈ 4 വ്യത്യസ്ത കളറുകൾ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള എംപ്ലോയീസിനെയാണ്, ഗവൺമെന്റ് എംപ്ലോയീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ വിഭാഗത്തിനും ഓരോ പ്രത്യേകം കളറാണെന്ന് ചുരുക്കം. ഓക്കെ, അതൊന്നുകൂടി വ്യക്തമാകാൻ അവർ താഴെ പറയുന്നുണ്ട്. യെല്ലോ കളർ ആർക്കാ, ഓട്ടോണമസ് ബോഡിയിലേക്ക് ജേർണലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ്. അവർക്കുടെ കാർഡില്, വെളുത്ത കാർഡിന് യെല്ലോ കളർ ഒരു വരയുണ്ടായിരിക്കും. ബ്ലൂ കളർ സെർവിംഗ് ഗവൺമെന്റ് ഗവൺമെന്റ് എംപ്ലോയിയുടെ ഒരു സെർവന്റ്, ഒരു ജോലിക്കാരനാണ്. അതില് വെളുത്തമ്മ ഒരു നീല വരയായിരിക്കും അതിനകത്ത് ഉണ്ടാക്കുക. റെഡ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, പാർലമെന്റ് മെമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ കാർഡില് റെഡ് കളറായിരിക്കും സ്ട്രൈപ്പ് ഉണ്ടാകുക. പിന്നെ ഗ്രീൻ എന്തിനായിരിക്കും, അത് ഒരു എക്സ് എന്താ പറയാ MP അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്, റിട്ടയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേഴ്സണൽസ്, അതുപോലെ തന്നെ പെൻഷനറൊക്കെ ഈ പറയുന്ന വിഭാഗത്തില്, ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു വിഭാഗത്തിൽ വരിക. അപ്പൊ ഗ്രീൻ എന്ന് പറയുന്നത് പെൻഷനർ, എക്സ് റിട്ടയർഡ് MP, അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ഈ വിഭാഗത്തിൽ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാർഡാണ്. അപ്പൊ യെല്ലോ കാർഡ് കാണുമ്പോൾ തന്നെ വിചാരിക്കണം അതൊരു ഓട്ടോണമസ് കമ്പനിയിലെ ജേർണലിസ്റ്റ് ആണ് എന്ന്. അപ്പൊ ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്ത കാർഡുകൾക്കനുസരിച്ച് അതിനകത്ത് ഉണ്ടാകുന്ന വരകൾ കളർ നോക്കിയിട്ടായിരിക്കും അവർക്ക് ആ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആകുന്നത്. ജേർണലിസ്റ്റിന് കൊടുക്കേണ്ട ബെനിഫിറ്റ് ആയിരിക്കില്ല നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റിന് കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഫ്രീഡം ഫൈറ്റർക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാത്തിനും വേറെ വേറെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവരുടെ കളേഴ്സിൽ ഇങ്ങനെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഇനി and this benefit will be available only up to the date of retirement. ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ, ആ റിട്ടയർമെന്റ് വരെയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ they can extend their ബെനിഫിറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു പോസ്റ്റ് റിട്ടയർമെന്റ് പീരീഡിലേക്ക് നമുക്ക് മാറ്റാം. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ ഇൻഷുറൻസ് അവൈലബിൾ ആകണമെങ്കിൽ നമ്മളൊരു കോൺട്രിബ്യൂഷൻ ഒരു ഇയറിന്റെ എൻഡ്, അതായത് റിട്ടയർ ചെയ്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ വർഷമില്ലേ, ആ സമയത്ത് ഒരു കോൺട്രിബ്യൂഷൻ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു എന്താ പറയാ ഈ പറയുന്ന ഇൻഷുറൻസ് അവൈലബിൾ ആകാനുള്ള കാര്യം ചെയ്യാവുന്നതാണ്. അതാണ് അത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്തുള്ളൂ, കാർഡിന്റെ ആ ഒരു വാലിഡിറ്റി എപ്പോ വരെയുള്ളൂ, റിട്ടയർമെന്റ് പീരീഡ് വരെയുള്ളൂ. പക്ഷെ നമുക്ക് ആ കാർഡിന്റെ വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ദാറ്റ് മീൻസ് പോസ്റ്റ് നമ്മുടെ എന്താ പറയാ റിട്ടയർമെന്റ് പീരീഡിലേക്കും ആ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കോൺട്രിബ്യൂഷൻ അതിന് മുമ്പേ അടച്ചിരിക്കണം. ഇയർ ബിഫോർ കംപ്ലീറ്റ് ചെയ്ത് റിട്ടയർ ചെയ്ത് ഇറങ്ങുന്നതിന് മുമ്പേ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ. എന്നാലും അതിന്റെ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുള്ളൂ എന്ന്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? യെസ്, ഒന്ന് വായിച്ചു നോക്കാം. അത് ഫുള്ളും അതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാനുള്ളതുണ്ട്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ.
ഞാൻ പോയില്ല. ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ സമയം തന്നതാണ്. അപ്പൊ തന്നെ ഒരു കോൾ വന്ന്, അത്യാവശ്യം കോളായതുകൊണ്ട് എടുത്തു പോയിട്ടാ, സോറി. അപ്പൊ ക്ലിയർ ആയോ? ആ കളേഴ്സും കളർ അനുസരിച്ച് ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്തേക്ക് പോകാം കേട്ടോ. അടുത്ത സ്കീമാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ സ്കീമാ പഠിച്ചേ? SHI, ESI, പിന്നെ CGHS. എല്ലാത്തിന്റെയും ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം കേട്ടാ, പറയണം. ഓക്കെ, അടുത്തത് ഇത് നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്കീമാണെന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. RSBY കാർഡ് ഉണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പേ അവര് ചോദിക്കും നമ്മളോട് RSBY കാർഡ് ഉണ്ടോ എന്ന്, അല്ലെ? അടുത്ത കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പോളിസി സ്കീം നിലവിൽ വന്നത്. അധികം നാളുകളൊന്നും ആയിട്ടില്ല എന്ന് നമുക്കറിയാം. RSBI എന്റെ ഫുൾ ഫോം രാഷ്ട്രീയ സ്വാസ്ഥ്യ യോജന ബീമാ യോജന, അല്ല, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1st April 2008 ആണ്. 2008 ഏപ്രിൽ 1-ാം തീയതിയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ സ്കീം അല്ലെങ്കിൽ പോളിസി നിലവിൽ വന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇത് ഓരോന്നും വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അതിനൊക്കെ ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചോദിച്ചു പല പ്രാവശ്യം. ഏത് ഇയറിൽ RSBY എന്ന് നിലവിൽ വന്നു, ESI വന്നത് നിലവിൽ വന്നത് എന്നാണ്, ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എവിടെ നിന്നാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചേക്കണേ, ഏറ്റവും കൂടുതൽ ആരെ ഉദ്ദേശിച്ചിട്ടാണത്, അങ്ങനെ ഓരോന്നിലും വ്യത്യാസം ഉണ്ടല്ലോ. ESI നമുക്കറിയാം എംപ്ലോയീസിനെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെ? അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ച CGHS ഗവൺമെന്റ് എംപ്ലോയീസും പെൻഷനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ RSBY എന്ന് പറയുന്നത് ആരും ഉദ്ദേശിച്ചിട്ടുള്ളതാ? ബിലോ പോവർട്ടി ലെവൽ ഫാമിലി മെമ്പേഴ്സിനെയാണ്, BPL ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഇത്തരം ഒരു പോളിസി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദോസ് ആർ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പല എന്താ പറയാ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിലും ജോലി ചെയ്യുന്ന ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസിൽ എന്താ പറയാ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇത് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഇതിന്റെ പേരിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് അങ്ങനെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാൾ ഈ ബ്രാക്കറ്റിൽ ഇടാം കേട്ടോ. ഓക്കെ, ഇനി ക്ലിയർ ആയല്ലോ? അവിടെ അതൊക്കെ നമ്മൾ വായിച്ച് തന്നെ അറിഞ്ഞ് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ, വേറെ മനസ്സിലാക്കി തരാനായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി എന്തൊക്കെ കവറേജുകളാണ് ഈ പറയുന്ന സ്കീമിൽ RSBYയുടെ ബെനഫിഷ്യറീസിനെ കാത്തിരിക്കുന്ന കവറേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന്, സം അഷ്യൂർഡ് ഓഫ് 30,000 ഫോർ എ വർക്കർ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരന് ഒരു 30,000 രൂപ സം അഷ്യൂർഡ് ഉണ്ട് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും തീർച്ചയായും കിട്ടും. പിന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അസുഖത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ ആ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യും. എല്ലാ ഡിസീസസിനും അവർക്ക് നേരത്തെ ഉള്ളതും പുതിയതായിട്ട് കണ്ടെത്തിയതുമായിട്ടുള്ള രോഗങ്ങൾ, ഏത് തരത്തിലുള്ള രോഗമായിക്കോട്ടെ, എക്സിസ്റ്റിംഗ് രോഗങ്ങൾക്കൊന്നും മറ്റേ നമ്മൾ പറയുന്ന സാധാ മെഡിക്കൽ ഇൻഷുറൻസിനൊന്നും നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് പോളിസിക്ക് കവറേജ് കിട്ടില്ല. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള ഈ പറയുന്ന RSBY ആയിട്ടുള്ള സ്കീമിലാണെങ്കിൽ അവർക്ക് നേരത്തെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസിന് വരെ അവർക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ളതാണ് എന്നാണ്. ഓക്കെ, പിന്നെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് എവിടെന്നെങ്കിലും എങ്ങോട്ടെങ്കിലും മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 1000 rupees അവർക്ക് അതൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർക്ക് ചിലവാകുന്ന തുകയും ഒക്കെ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. പിന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ള, കാശല്ലാതെ ആയിട്ട് കൊടുക്കുന്ന ചില ബെനിഫിറ്റുകൾ, അത് അങ്ങനെയും ഇൻഷുറൻസിന് പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിന് ഇവർക്ക് കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം വർഷത്തിലെ 30 രൂപ മാത്രമാണ്, അല്ലെ? 30 rupees, വളരെ ചുരുങ്ങിയ പൈസ അടച്ചിട്ടായിരിക്കും ഇത്തരം പോളിസീസ് ഒക്കെ പ്രീമിയം അടയ്ക്കേണ്ടത്. അതായത് വർഷത്തിലാണ്, ഒരു മാസത്തിലോ ആഴ്ചയിലോ ഒന്നും ഇല്ല കേട്ടോ. വർഷത്തിൽ വെറും 30 രൂപ പ്രീമിയം അടച്ചാണ് ഈ പറയുന്നതിനകത്ത് RSBY പ്രകാരം നമുക്ക് ഇതിന്റെ ബെനിഫിറ്റുകൾ അവൈൽ ആക്കാനായിട്ട് നമുക്ക് ആ സ്കീമിൽ ചേരാൻ പറ്റുന്നത്. അപ്പൊ സം അഷ്യൂർഡ് 30,000, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ക്യാഷ്ലെസ് ഇൻഷുറൻസ്, ഡിസീസസ് ഫോർ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഏർലിയർ ആയിട്ടുള്ളത്, പിന്നെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് 1000, ആൻഡ് ഓൾസോ പ്രീമിയം ഓഫ് ₹30 ആണ് ഇതിന്റെ ഏറ്റവും എന്താ പറയുക വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 30 രൂപ മാത്രമാണ് നമുക്ക് പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടത്. അതാണ് ഏതിന്റെ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്നതിന്റെ കവറേജും അതിന്റെ ബെനിഫിറ്റും. ക്ലിയർ ആയോ? ഓക്കെ, വായിച്ചു നോക്കി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ.
ഒന്ന് വായിച്ച് ഇപ്പൊ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കി പൊക്കോ. യെസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ്. തുടക്കം നമ്മൾ ഫസ്റ്റ് പേജിൽ ഇതുപോലെ കുറച്ച് സാധനം കണ്ടു. അതെന്താണെന്നറിയോ? ഇൻഷുറൻസ് കമ്പനികളുടെ പേര്. നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് ഇൻഷുറൻസ് ഫേമുകളുടെ പേരുകളാണ് ഫസ്റ്റ് പേജിൽ നമ്മൾ കണ്ടത് കേട്ടോ. ഇവിടെ നിന്നല്ല, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ എക്സാമ്പിൾസ്. ഒരു 6 പേര് കൊടുത്തിട്ട് 6 പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ ഒട്ടിക്കിടുകയോ ചെയ്തോട്ടാ. ഇതും മറ്റേ നേരത്തെ പഠിച്ച ഇൻഷുറൻസ് ഫേംസും അതൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇൻഷുറൻസ് ഫേമിന്റെ പേരുകൾ എന്നിട്ട് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ഇൻഷുറൻസ് പ്ലാനിന്റെ പേര് തള്ളിക്കയറ്റി ചെയ്തിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആകാത്തത് ഏതാണ്, അങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് ടിക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ആ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകളാണ് കേട്ടോ. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്, മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ അത്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആണ്, ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഇതെല്ലാം നമ്മുടെ എന്താ പറയാ പ്രൈവറ്റ് ഇൻഷുറൻസ് പ്ലാൻസിനകത്ത് പെട്ട കുറച്ച് ഫേമുകളുടെ കുറച്ച് പ്ലാനുകളുടെ പേരുകളാണ് കേട്ടോ. എക്സാമ്പിൾസ് ആണ്. വൺസ് അഗൈൻ ഞാൻ വായിക്കാം. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആണ്, ആൻഡ് ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഓക്കെ, അതൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം, അണ്ടർലൈൻ ചെയ്തോ ടിക്കറ്റോ ഒക്കെ വെച്ചേക്കാം. ഓക്കെ, അടുത്തത് ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് TPA ആണ്. TPA അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തേർഡ് പാർട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആരാണ് തേർഡ് പാർട്ടി? തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ല കേട്ടോ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് പാർട്ടി ക്ലെയിം അല്ലെ, തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞിരുന്നു. ക്ലെയിമിന്റെ കാര്യത്തില് ഇത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആരായിരിക്കും അത്? അതെന്ന് പറയുന്നത് ഒരു ഏജൻസി ആകാം, ഒരു കമ്പനി ആകാം, ഒരു എന്താ പറയാ അതോറിറ്റി, ഒരു ഓർഗനൈസേഷൻ ആകാം. വിച്ച് ഹാവ് എ ലൈസൻസ് ഫ്രം ദ IRDA, നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ആ അതോറിറ്റിയിൽ നിന്നും ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഒരു കമ്പനിയോ ഒരു ഏജൻസിയോ ഒരു ഓർഗനൈസേഷനോ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രോസസ് ദ ക്ലെയിം. അതായത് ക്ലെയിമുകളെ പ്രോസസ് ചെയ്യാൻ, ക്ലെയിമിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ക്ലെയിം ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഹോൾഡർ ഒരു ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ക്ലെയിം കൊടുത്ത് തീർക്കുന്നത് വരെയുള്ള പ്രൊസീഡിങ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് IRDA പ്രകാരം തന്നെ ലൈസൻസ് കൊടുത്ത് അധികാരപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരെ? TPA, അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. മനസ്സിലായോ? ആരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് മനസ്സിലായോ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ or TPA is a company or agency or organization which holds a license from Insurance Regulatory Development Authority to process claims. ക്ലെയിംസ് വരെയുള്ളത് മതി, അവിടെ ബ്രാക്കറ്റ് ഇട്ടോ, അവിടെ വരെ. അതൊന്നും ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത്? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന നമുക്കറിയാം എന്തെങ്കിലും ഇത് നമുക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി സീരിയസ് ആയിട്ട് സർജറി വേണം, അല്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റ് വന്നു, അല്ലെങ്കിൽ മറ്റു വേറെ തരത്തിലുള്ള ഇഞ്ചുറി വന്നു, അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്ലെയിം അറിയിക്കണം അല്ലെ? ആരെ അറിയിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇൻഫോം ദ ഇൻഷുറൻസ് കമ്പനി. നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർ വേഗം തന്നെ അവരെ ഇൻഫോം ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഇൻഷുറൻസ് അങ്ങനെ അറിയിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്ലെയിം. നമ്മൾ ക്ലെയിം ചെയ്യുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണത്. അങ്ങനെ അറിയിക്കുന്നു. അപ്പൊ അത് അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ അറിയിക്കാനും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും ചിലപ്പോ ഫാമിലിയിലോ ഫാമിലി മെമ്പേഴ്സോ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക്
വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡർ ഇൻഷുറൻസ് കമ്പനിയെയും നമ്മുടെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഇൻഷുർഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ എടുത്ത് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു ഇന്റർമീഡിയറി ഒരു ഇടനിലക്കാരൻ എന്ന് ആണ് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം ഈ പറയുന്ന TPA ദാറ്റ് മീൻസ് തേർഡ് പാർട്ടി പറയാം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സഹായം അവര് ഇടനിലയിൽ കയറിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ അത് തന്നെയാണ്. ആക്ട് ആസ് എ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ ഇൻഷുറൻസ് പ്രൊവൈഡർ ആൻഡ് ദ പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡറും ഇൻഷുറൻസ് പ്രൊവൈഡറും തമ്മിൽ ഒരു ഇന്റർമീഡിയറി ഒരു എന്താ പറയാ ലിങ്ക് അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് TPAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കേട്ടോ. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഒന്ന് ഇത് TPA or third party administrator is a company or agency or organization that holds license from insurance regulatory development and authority to process claim. അവിടെ വരെ ആ ക്ലെയിം വരെയാണ് ഒരു സെന്റൻസ്. ഓക്കെ, പിന്നത്തത് രണ്ടാമത്തെ പോയിന്റിൽ TPA functions as intermediary between insurance provider and the insured. ഇൻഷുർഡും ഇൻഷുറൻസ് പ്രൊവൈഡറും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു ഇടനിലക്കാരനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് TPAയുടെ ഫംഗ്ഷൻ. ഇത് രണ്ടും ഉണ്ടല്ലോ രണ്ട് പോയിന്റിലെയും ആദ്യത്തെ സെന്റൻസ് അതിൽ ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റിൽ IRDA ടു പ്രോസസ് ക്ലെയിംസ് വരെ മതി. അവിടെ വെച്ചൊന്ന് ബ്രേക്ക് ചെയ്തോ, ബാക്കിയൊക്കെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇനി ബാക്കി കുറെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതൊക്കെ തന്നെയാ പറയാൻ പോണേ. അടയാളപ്പെടുത്തിയോ? രണ്ട് സെന്റൻസും അടയാളപ്പെടുത്തിയോ? ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റിൽ അടയാളപ്പെടുത്തിയോ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ TPAയിലെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദാറ്റ് മീൻസ് ഇതുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ്? ഈ നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് ഇൻഷുറൻസ് കമ്പനി, അതാണ് ഇൻഷുറൻസ്. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് നമുക്ക് എന്താ പറയാ രോഗത്തിന് ചികിത്സ തരുന്ന ആൾക്കാർ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽസോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ. പിന്നെ പോളിസി എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇവര് മൂന്ന് പേരുമായിട്ടാണ് ആർക്ക് ബന്ധം? നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ബന്ധം. അപ്പൊ ഇവര് മൂന്ന് പേരുമായിട്ടുള്ള ഒരു ബന്ധമാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉള്ളത്. ആ മൂന്ന് പേരുടെ പേരിലൊന്നും ടിക്ക് ചെയ്തത് കേട്ടോ. TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇൻഷുറൻസ്, ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. അണ്ടർലൈൻ ചെയ്യാം, ടിക്ക് ഇടാം കേട്ടോ. ഓക്കെ, ഇതിന്റെ അടുത്ത ഭാഗവും നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യാണ്. ഞാൻ ഒന്ന് വേഗം ഒന്ന് അവിടെ എഴുന്നേറ്റൊക്കെ നിന്ന് ചാടി ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. നമ്മൾ ഇത്രയും പേരുള്ളൂ, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. 26 എങ്ങാണ്ടാണ് ഇവിടെ കാണിക്കുന്ന നമ്പർ. അത്രയും തന്നെ പേരുണ്ടാവണം കേട്ടോ. വേഗം പോയിട്ട് 2 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ.
Okay. ഇനി ഒന്നല്ലെല്ലാവരും ആരും പോയില്ല, 1-2 പേര് അങ്ങോട്ട് പോയുള്ളൂ. ഓക്കെ, റെഡിയാണ്. അപ്പൊ നമ്മള് എന്താണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ദ റോൾ ഹു ഈസ് TPA? ആരാണ് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ? അല്ലെങ്കിൽ വാട്ട് ദേ ഡു, എന്താണ് അവർ ചെയ്യുക, അവരുടെ പ്രവർത്തനം, അല്ലെങ്കിൽ അവരെന്താണ് ഈ എന്താ പറയാ, നമ്മൾ പറഞ്ഞു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അവര് ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ആരൊക്കെ തമ്മിൽ? പോളിസി ഹോൾഡറും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഇന്റർമീഡിയറി ആയിട്ടാണ് അവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്നാൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, വാട്ട് ദേ ഡു എന്നുള്ളത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ അക്കോർഡിംഗ് ടു IRDA പ്രകാരം, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പ്രകാരം TPAക്ക് അവർക്ക് അവരുടേതായ ഒരു ഇൻ ഹൗസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവരുടെ ഒരു എന്താ പറയുക, ഒരു ചട്ടക്കൂട് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. ഇതിനകത്ത് ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു രജിസ്റ്റർ ചെയ്ത ഒരു ഡോക്ടർ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നത്. കാരണം ഏത് സമയത്ത് ഏത് സിറ്റുവേഷനിലാണ് ഇവരുടെ അടുത്തേക്ക് ഒരു ആള് ക്ലെയിമുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുമായിട്ടോ ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററെ സമീപിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ കീഴിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം, മറ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ആരാണ്? ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, IT പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അങ്ങനത്തെ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ മാത്രമല്ല ഹോസ്പിറ്റൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഒരു ദിവസത്തില് അല്ലെങ്കിൽ ഒരു സമയത്ത് എത്ര ആളുകൾ ഈ പറയുന്ന ക്ലെയിം ഉന്നയിക്കാം, അല്ലെങ്കിൽ ക്ലെയിമിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ സമീപിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെപ്പോഴും എന്താ പറയാ, ഫുള്ളി പാക്ഡ് ആയിട്ട് ഇരുന്നോളണം. ഇവരെല്ലായ്പ്പോഴും ഏത് സിറ്റുവേഷൻസിലും അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ തക്കതിന് ഇവർ വളരെ എക്യുപ്ഡ് ആയിട്ട് ഇരിക്കണം. അതിനുവേണ്ടി ആ എക്യുപ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ അതങ്ങനെ എക്യുപ്ഡ് ആകാൻ വേണ്ടിയിട്ട് അവരുടെ ഹൗസിനകത്ത്, ഇനോൺ ഹൗസിലാണ് പറഞ്ഞത്, ആ ഹൗസിനകത്ത് ഒരു ഡോക്ടർ, അതുപോലെ ലീഗൽ എക്സ്പേർട്സ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ മാനേജേഴ്സ്, IT പ്രൊഫഷണൽസ്, ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാലും മാത്രമേ, അല്ലെ, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്നാലും മാത്രമേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ക്ലെയിം ചോദിക്കുന്നു. ഇപ്പൊ ചിലപ്പോൾ ലീഗലി ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ടാകും. അപ്പൊ അതിനുവേണ്ടി ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം കയ്യില്. മറ്റു ഏതെങ്കിലും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാത്തിനും പറ്റിയ ആൾക്കാരുടെ കൂടെ ഉണ്ടായിരിക്കണം, തന്റെ കൂടെ. അല്ലാണ്ട് ആ നേരത്ത് ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇൻസിഡന്റ് വന്നു, ക്ലെയിം ചോദിക്കുന്നു ആൾക്കാർ, ആ സമയത്തല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പോയി തപ്പണ്ടേ. അപ്പൊ ഇതൊക്കെ ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ഈ ആൻഡ് ഓൾസോ ഈ ഇവിടുത്തെ ഈ പ്രൊഫഷണൽസുമായിട്ട്, അതായത് ഈ പറയുന്ന എല്ലാ ആളുകളുമായിട്ട് ഷുഡ് ബി എ ലൈസൺ, ദാറ്റ് മീൻസ് റിലേഷൻ. എപ്പോഴും ഇവരായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു ബന്ധം ഉണ്ടായിരിക്കും, ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ക്ലെയിം പ്രോസസ്സുകളൊക്കെ കസ്റ്റമേഴ്സ് നടത്തുമ്പോൾ, പബ്ലിക് ആണല്ലോ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ, പോളിസി എടുത്തിരിക്കുന്ന ആൾക്കാർ അവരുടെ ക്ലെയിം നടത്തുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ അവര് ക്ലെയിം ചെയ്യുന്നത് ശരിയാണോ, ഇനി ഫോൾസ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ ചേർത്തിട്ടുണ്ടോ, ഫോൾസ് ആയിട്ടുള്ള ക്ലെയിം ആണോ നടത്തുന്നത്, തെറ്റായ ക്ലെയിമുകളും ആൾക്കാർ നടത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ വലിയൊരു ഇത് വന്നു, എനിക്ക് വേഗം അതിന്റെ ക്ലെയിം വേണമെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണം, അല്ലെ. അപ്പൊ അതൊക്കെ നോക്കി മനസ്സിലാക്കി അതിന്റെ ക്വാളിറ്റി സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അതൊക്കെ ഇവർ നോക്കി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആര്? TPA, നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇതൊക്കെ നോക്കി കണ്ടിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, കസ്റ്റമേഴ്സിനെ അവരുടെ ക്ലെയിമിന് വേണ്ടി ഡീൽ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഫോർ ദീസ് സർവീസസ്, ഇവരെല്ലാവരും ഇവരിങ്ങനെ കുറെ സേവനങ്ങൾക്ക് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 5% ഇവർക്ക് അതിലൊരു ഫീസും ഈടാക്കാവുന്നതാണ്. അവർക്ക് കിട്ടുന്ന അവരുടെ ഫീസ്, അവരുടെ സേവനത്തിന് അവർക്ക് കിട്ടുന്ന ഫീസ് എന്ന് പറയുന്നത് 5.5% ഓഫ് ദ പ്രീമിയം ആണ്. ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്ക. TPA accept fees from the insurance provider which is a percentage of the premium and is normally ഒരു പ്രീമിയത്തിന്റെ ഇത്ര പെർസെന്റേജ് ആണ് അവർക്ക് ഫീസ് ആയിട്ട് കിട്ടുന്നതെന്ന്. അത് എത്രയാണെന്ന് എടുത്തു പറഞ്ഞത് 5.5%. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇതോ യെസ്,
അടുത്തത് നമുക്ക് നോക്കാറുള്ളത് വാട്ട് ഈസ് ദ റോൾ. ഈ TPA ഹെൽത്ത് ഇൻഷുറൻസിൽ TPA റോൾ എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് TPA റോൾ എന്താണ് എന്നറിയണമെങ്കിൽ നമുക്ക് താഴെ പറയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കണക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ദ പോളിസി ഹോൾഡർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നേരിട്ടോ അല്ലാതെയൊക്കെ നമ്മുടെ പോളിസി ഹോൾഡറിനെയും ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളെയും തമ്മിൽ ഇൻഷുറൻസ് കമ്പനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ ഇവർക്കുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം കേസസ് ആണ് കൂടുതലും ഈ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ഇവരുടെ പങ്ക്. അത് സാധാ ഇൻഷുറൻസിലുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിൽ ഇവരുടെ പങ്ക് ഹോസ്പിറ്റലൈസേഷൻ കേസസ് ആയിരിക്കും കൂടുതൽ ഇവരെ ഡീൽ ചെയ്യാം. ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ട് ദേ ആർ പ്രൊവൈഡഡ്, ഈ പോളിസി ഹോൾഡേഴ്സിന് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഒരു യൂണിക്ക് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് അവരുടെ ക്ലെയിംസ് ഒക്കെ ഇവർ ഡീൽ ചെയ്യുന്നത് ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ ഓരോ പോളിസി ഹോൾഡറും തങ്ങളുടെ അടുത്ത് വരുമ്പോ, ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തിരിക്കുന്ന ആളാണ്, എനിക്ക് ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. സോ ഇഫ് ഐ ആം വിസിറ്റിംഗ് എ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫോർ എനി ഹെൽപ്പ്, എന്റെ ക്ലെയിമിന് വേണ്ടി ഞാൻ അവരെ സമീപിക്കുകയാണ്, എനിക്കൊരു സഹായത്തിന് വേണ്ടി. അപ്പൊ അവരെനിക്ക് എന്ത് ചെയ്യും, ഒരു കാർഡ് തരും, ഒരു നമ്പർ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഐഡന്റിഫിക്കേഷൻ നമ്പർ. യൂണിക് ആയിട്ടുള്ളതാണ്, എല്ലാം ഒരുപോലത്തെ അല്ല, ഓരോരുത്തർക്കും ഓരോ നമ്പറാണ്. അപ്പൊ ക്ലെയിം സെറ്റിൽമെന്റ് കൃത്യമായിട്ടും പെട്ടെന്നൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്പർ നമുക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒരു നമ്പർ അവര് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താ ഇവരുടെ ഡ്യൂട്ടി, പിന്നെ ഇവർ ചെയ്യേണ്ടത് ഇതിന്റെയൊക്കെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക കറക്റ്റ് ആയിട്ട്. ആർക്കൊക്കെ ഇവർക്ക് ഇവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അവർക്കുടെ പേരുകളൊക്കെ ചെയ്ത് ക്ലെയിം സെറ്റിൽ ചെയ്തതും ഒക്കെ അതിന്റെയൊക്കെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. എത്ര പേരുടെ ക്ലെയിം സെറ്റിൽ ചെയ്തു, എത്ര എമൗണ്ടിലാണ് സെറ്റിൽ ചെയ്തത്, അവരുടെ സമ്മഷ്യൂർഡ് എത്രയായിരുന്നു, എത്ര ക്ലെയിം കിട്ടി, ഇതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ നമുക്കറിയാം പേഷ്യൻസ് അഡ്മിറ്റഡ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ ഇത്തരം ചെലവുകളും അതുപോലെ തന്നെ അവർക്ക് വന്ന ക്ലെയിമും ഒക്കെ രേഖപ്പെടുത്തി അതൊക്കെ എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ ഫ്യൂച്ചർ യൂസിന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അതങ്ങനെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ആണ് അടുത്തത്. എന്താ, നല്ല രീതിയിൽ ക്ലെയിം സെറ്റിൽ ചെയ്യാന്ന് വെച്ചാൽ ആസ് സൂൺ ആസ് പോസിബിൾ ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുത്താൽ ഇവരുടെ സർവീസ് ക്വാളിറ്റി ഉള്ളതാണെന്ന് മറ്റുള്ളവർക്കും അറിയാൻ പറ്റും. കാരണം നമ്മളിപ്പോ ഒരു പോളിസി ഒക്കെ എടുത്തിട്ട് അതിന്റെ ക്ലെയിമിന് വേണ്ടി നടന്ന ഒത്തിരി അതിന്റെ പിന്നാലെ നൂലാമാലയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ക്വാളിറ്റി 10 ആളോട് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പാടായിരുന്നു അത് എടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ പറയുന്നത് കേട്ടാൽ തന്നെ അതൊരു എന്താ പറയാ ക്വാളിഫിക്കേഷൻ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസ് അത്ര ബെറ്റർ അല്ല എന്നാണ് നമുക്ക് അതിന് മനസ്സിലാക്കുക. അപ്പൊ ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യണം, ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യാം. ക്യാഷ്ലെസ് ക്ലെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഏത് ക്ലെയിമുകളാണെങ്കിലും ആസ് സൂൺ ആസ് പോസിബിൾ സെറ്റിൽ ചെയ്യുക. ആൻഡ് ഓൾസോ ദേ ഓഫേഴ്സ് 24 hours സർവീസ് ഈ പറയുന്ന TPA ഓഫർ ചെയ്യുന്നുണ്ട്. ഏത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഫുൾ സപ്പോർട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കൊടുക്കുന്ന സപ്പോർട്ടുകൾക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് റെസ്പോണ്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് നടത്തി കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് ഉണ്ടായിരിക്കണം, ആൻസേഴ്സ് കൊടുക്കുകയും ആൻഡ് ഓൾസോ അതിന്റെ പോലെ തന്നെ നമുക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ TPA ഫുൾ ടൈം സപ്പോർട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ കസ്റ്റമേഴ്സിന്. ആൻഡ് ഓൾസോ ദേ ഓൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസസ്. TPA പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് അഡീഷണൽ ആയിട്ടുള്ള സർവീസസ് എന്ന് പറയുന്നത് പോളിസി ഹോൾഡേഴ്സിന് അവരുടെ മെഡിക്കൽ സപ്ലൈസ് പ്രൊവൈഡ് ചെയ്യുക, മാത്രമല്ല ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇതും ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും, ആര് TPA തന്നെ. അപ്പൊ അവരുടേതായ ഇതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇത്തരം എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള സേവനം അവർ ചെയ്യുന്നുണ്ട് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ക്ലെയിം സെറ്റിൽ ചെയ്യൽ മാത്രമേ ഉള്ളൂ ഇവരുടെ. പക്ഷെ അതിന് പുറമെ ഇവര് ഈ മെഡിക്കൽ സപ്ലൈസ് എത്തിച്ചു കൊടുക്കുക പോളിസി ഹോൾഡേഴ്സിന്, ചിലപ്പോ ഒക്കെ ആംബുലൻസ് സർവീസിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ചില സേവനങ്ങളും ഇവര് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലായോ? നോക്കി ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കിയേ. 5 പോയിന്റ് ആണ്, അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. പറഞ്ഞോട്ടെ, അടുത്തത് പറഞ്ഞോട്ടെ, വായിച്ചു കഴിഞ്ഞില്ല.
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ നേരത്തെ ഇൻഷുറൻസ് കമ്പനികൾ, ഫേമുകൾ, ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഇൻഷുറൻസ് ഫേംസിന്റെ പേര് പഠിച്ചു. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്ലാനുകൾ, നമ്മുടെ ഇന്ത്യയിലുള്ള പുതിയ എന്താ പറയാ പ്രൈവറ്റ് പോളിസി പ്ലാനുകൾ കുറച്ച് പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് തേർഡ് പാർട്ടി അസോസിയേഷൻസ്. നമ്മുടെ എന്താ പറയാ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ഇത് പഠിക്കണം. മറ്റേത് രണ്ടും കുറച്ചൊന്ന് നോക്കണം. കമ്പനികളുടെ പേരും അതുപോലെ പ്ലാനുകളുടെ പേരും എന്തായാലും അറിഞ്ഞിരിക്കണം. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്. മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, എല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. മീഡിയ അസിസ്റ്റ് ഇന്ത്യ. MD ഇന്ത്യ ഹെൽത്ത് കെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. MD ഇന്ത്യ ഹെൽത്ത് കെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പാരാമൗണ്ട് ഹെൽത്ത് സർവീസസ് ആൻഡ് ഇൻഷുറൻസ്, പാരാമൗണ്ട് ഹെൽത്ത് സർവീസ് ആൻഡ് ഇൻഷുറൻസ്. മെഡിടെക് സർവീസസ് ലിമിറ്റഡ്. ഹെറിറ്റേജ് ഹെൽത്ത് TPA പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോക്കസ് ഹെൽത്ത് കെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് മെഡിക്കെയർ TPA സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊക്കെ കുറച്ച് നമ്മുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയല്ലോ? അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അതിന്റെ പേരുകളാണ്. പേരുകളൊക്കെ നമ്മൾ ഇങ്ങനെ അറിഞ്ഞിരിക്കണം. കുറച്ച് ഇന്ന തേർഡ് പാർട്ടിക്കാരൊക്കെ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. തേർഡ് പാർട്ടീസ് കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പോളിസി ഹോൾഡറിനെയും ഇൻഷുറൻസ് കമ്പനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ശരിക്കും. അതായത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്നവർക്ക് അവരുടെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് കാശ് കിട്ടേണ്ടത്, അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡോക്യുമെന്റുകളെല്ലാം കറക്റ്റ് ആണോ, പ്രീമിയം അടച്ചതെല്ലാം ശരിയാണോ, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി വേണ്ട സെറ്റിൽമെന്റ് ഒക്കെ നടത്തുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് പിന്നിലുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുക. അപ്പൊ ഇന്ത്യയിൽ ഇത്രയും ഫേമുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ആക്സിഡന്റ് വന്നു അല്ലെങ്കിൽ ഇഞ്ചുറി വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ക്ലെയിമിന് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കണം. നമ്മൾക്ക് വേണ്ട ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെയാണ് കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ട് അവരെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത്. അതിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓടി അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കയ്യിൽ വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നാൽ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? അതിന്റെ സ്റ്റേജസ് ഓഫ് പ്രോസസിങ് എ ക്ലെയിം പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന പ്രധാനപ്പെട്ട നടപടികൾ പടിപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓൺ ദ ഒക്കറിംഗ് ഓഫ് ആൻ അൺഎക്സ്പെക്ടഡ് ഓർ അൺഫോർച്ചുനേറ്റ് ഇവന്റ് ഓർ ഇൻസിഡന്റ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇൻഫോം ദിസ് ടു ദ ഇൻഷുറൻസ് കമ്പനി. അങ്ങനെ ഒരു കാര്യം നടന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻഷുറൻസ് കമ്പനീനെ ഈ കാര്യം അറിയിക്കണം. ആ കാര്യം അറിയിക്കുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് പറയാ? ക്ലെയിം എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഇങ്ങനൊരു ആക്സിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുന്നു. ഞാൻ ഇൻഷുർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ ആ കാര്യം അറിയിക്കുന്നു, വിവരം അറിയിക്കുന്നു. ആ അറിയിക്കുന്ന വിവരം തന്നെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ എല്ലാവരായിട്ടാണോ നമുക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് വന്നിട്ട് നമ്മൾ അയ്യോ അവിടെ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയി വേഗം വരണോട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ വന്നത് നോക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളെ? തീർച്ചയായിട്ടും അല്ല. നമുക്കൊരു റൈറ്റ് ഉണ്ട്, നമുക്കൊരു അവകാശമുണ്ട്. നമ്മൾ അടച്ചിരുന്ന പ്രീമിയത്തിന് നമുക്കൊരു പൈസ കിട്ടണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ എടുക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ അവരെ അറിയിക്കുന്നു. ആ അറിയിക്കുന്നതിനെ ക്ലെയിം എന്ന് പറയുന്നു. ആദ്യത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. പറയുന്ന സെന്റൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അല്ലാണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും പഠിക്കണ്ട. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെ ഇത് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ, ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് തന്നെ. ഇടയ്ക്ക് വെച്ച് 2 മിനിറ്റ് ബ്രേക്ക് തന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഷുവർ. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലെയിം എടുക്കുക എന്നുള്ളത്. ആ സാരില്ല, കുഴപ്പമില്ല. ലേറ്റ് ആയി കയറിയ ആളാണ്. ഓക്കെ. അതെ, ഒരു അരമണിക്കൂർ ഞാൻ രമ്യ ടീച്ചർ എന്നൊന്ന് വാടകയ്ക്ക് വാങ്ങിച്ചു, എന്താണ് കടം വാങ്ങിച്ചേക്കാണ്. അപ്പൊ അരമണിക്കൂർ ടീച്ചർക്ക് മതി ക്ലാസ്. കാരണം അല്ല 3 മണി വരെ അല്ല, ടീച്ചർ കയറും. ടീച്ചർ അരമണിക്കൂർ മതി. കാരണം ടീച്ചർക്ക് അവർ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ കുഞ്ഞു ടോപ്പിക്ക് കണ്ടെടുക്കാനുള്ളൂ. അത് കഴിഞ്ഞ് പുതിയ ചാപ്റ്റർ ഇനി അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ മതി. ടീച്ചർ എടുക്കാനുള്ള ചാപ്റ്റർ കുഞ്ഞിതാന്ന് പറഞ്ഞേ. എനിക്കും അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഭൂരിഭാഗം എനിക്ക് എടുത്തു വെച്ചാലേ
അടുത്ത ചാപ്റ്റർ എനിക്കും ഉണ്ട് ഒരെണ്ണം. ഞങ്ങൾ മറ്റേ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഒരേന്ന് ചാപ്റ്റർ വാങ്ങിച്ചേക്കാണ് ടീച്ചറിന്റേത്. ഞാനും അതുപോലെ തന്നെ ടീച്ചർ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രീസ മിസ്സിനും അങ്ങനെ 3 പേര് ഷെയർ ചെയ്തു. കാരണം അല്ലാതെ പുള്ളിക്കാരിയുടെ അത് തീരില്ല, അതുകൊണ്ടാണ്. അപ്പൊ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ക്ലെയിം പറഞ്ഞു, അതായത് നമ്മൾ വിളിച്ചു പറഞ്ഞു ഇതേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു പറയുന്നു. നമ്മൾ അവരെ ഇൻഫോം ചെയ്യുമ്പോൾ എന്തായി മാറി? ക്ലെയിം. അത് ക്ലെയിം ചെയ്തു. ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അത് ഓറലി പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടൺ, അല്ലെ? നമുക്കറിയാം ഇതിനൊക്കെ വാലിഡിറ്റി വേണമെങ്കിൽ എഴുതി തന്നെ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ട് യു ഹാവ് ടു provide or submit a claim in filing, return filing ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് വെബ്സൈറ്റിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ച് കൊടുക്കാം. ദൂരെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? വീട്ടില് അവരുടെ വർക്കിംഗ് പ്ലേസിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് വെബ്സൈറ്റിലൂടെ കയറി അങ്ങനെയുള്ള ഒത്തിരി അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അതിന്റെ ഫോം ഒക്കെ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരും. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് റീഡയറക്ട് ചെയ്യാനൊക്കെ പറയും. അപ്പൊ അതനുസരിച്ച് ഫയൽ ചെയ്യാം, ക്ലെയിം ഫയൽ ചെയ്യാം. ദാറ്റ് മീൻസ് റൈറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തൊക്കെയാണ് നമ്മൾ അതിന്റെ ഫയലിംഗ് ചെയ്യാം. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലെയിം ചെയ്യല്, രണ്ടാമത്തെ ഫയലിംഗ് ആണ്. ക്ലെയിം തന്നെ ഫയലിംഗ് ആയിട്ട് രേഖപ്പെടുത്തുന്നു. ഇനി ഈ ഫയലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാശും കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കരുത്. വി ഹാവ് ടു അറ്റാച്ച് ഓർ ഇതിന്റെ നമ്മളുടെ ക്ലെയിമിന്റെ ഒതന്റിസിറ്റി, ദാറ്റ് മീൻസ് അതിന്റെ വിശ്വാസ്യത, അതിന്റെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് വിച്ച് ആർ നെസസറി ടു ബി സപ്പോർട്ടഡ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റുകളും കൂടി കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടക്കുന്നു ഒരു സ്ഥലത്ത് വെച്ചിട്ട്, അപ്പൊ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ആക്സിഡന്റിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ മാറ്റുന്നതിന് മുമ്പ് ഒരു പിക്കൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ആക്സിഡന്റിന്റെ ആ ഒരു നേച്ചറും അതൊക്കെ അവർക്ക് അറിയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വണ്ടി മാറ്റാൻ പാടില്ല എന്ന് പറയും, അല്ലെ? അവിടെ തന്നെ എടുക്കും. റോഡ് സൈഡിൽ വേണ്ട റോഡിന് നടുക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തന്നെ ഇട്ടാൻ പറ്റുമോ? ബാക്കിയുള്ള ആളുകൾക്ക് തടസ്സാവില്ലേ? അല്ലെ? നമുക്കൊരു കുഴപ്പം കൊണ്ട് അത് വന്നത് ബാക്കിയുള്ളവരെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. അവരുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനെ നമ്മൾ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് മാറ്റേണ്ടതുള്ളത് കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പുറത്തും ഇപ്പുറത്തും വേറെ മറ്റ് ഡിറക്ഷൻസിൽ പല ആംഗിൾസിൽ നിന്ന് നമ്മൾ അതിന്റെ പല കോപ്പീസ് ഫോട്ടോസ് എടുത്ത് നമ്മൾ ഇമേജസ് ആക്കി മാറ്റി വയ്ക്കും. അപ്പൊ അവർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തെറ്റാണെന്നും മറ്റൊക്കെ മനസ്സിലാക്കാനും ലീഗലി പ്രൊസീഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ആ രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ പിക്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോക്യുമെന്റുകളുടെ കൂടെ ഇത് വെക്കണം, ക്ലെയിമിന്റെ കൂടെ തന്നെ. ദെൻ ആഫ്റ്റർ റിസീവിങ്, ഈ ക്ലെയിം ഒക്കെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറർ, that means the insurance provider, insurance company have to evaluate ഇതൊക്കെ വെച്ച് നോക്കി ഒത്തുനോക്കും. ഡോക്യുമെന്റുകളും അവർ വെച്ചിരിക്കുന്ന ക്ലെയിം ഒക്കെ കൂടി നോക്കും. ആൻഡ് ഓൾസോ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പോളിസി. നമ്മൾ പറഞ്ഞു പോളിസി എടുക്കുമ്പോൾ ഇത് ആ ബോണ്ട് വരുമ്പോൾ നോക്കുക ഏറ്റവും ബാക്കിൽ ഒരുപാട് കുനുകുനാന്ന് എഴുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പോളിസിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പൊ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ദേ ഹാവ് ടു അപ്രൂവ്. അപ്പോഴാണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്? ഈ ക്ലെയിമിന് അപ്രൂവൽ കൊടുക്കുക. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെന്റ് കൊടുക്കുക. ബെനിഫിറ്റുകൾ ക്യാഷ് ആയിട്ടാണോ അത് മറ്റേതെങ്കിലും രീതിയിലാണോ എന്ന് വെച്ചാൽ ബെനിഫിഷ്യറിക്ക് ആവശ്യത്തിന് അതിന് ആ ക്ലെയിം ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഫോർവേഡ് ചെയ്യുന്ന എമൗണ്ട് അത് അവര് എന്താ പറയാ പേ ഔട്ട് എന്നാണ് പറയാ. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പേ ഔട്ട് മീൻസ് ദ സം ഓഫ് മണി ഗിവൺ ടു ദ പോളിസി ഹോൾഡർ. അതായത് ആ ഒരു ഇൻസിഡന്റ് ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ക്ലെയിം വെച്ച് കഴിഞ്ഞ് കിട്ടിയ എന്താ പറയാ അത് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്റെ പേയ്മെന്റ് കൊടുക്കണം. അതിനെയാണ് പേ ഔട്ട് എന്ന് വിളിക്കുക. ആ പേ ഔട്ട് നടത്തുക എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത പ്രൊസീജിയർ. ആൻഡ് ലംസം എമൗണ്ട്, അതായത് എപ്പോ വേണമെങ്കിലും റെഡി ആയിട്ട് ആ എമൗണ്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലംസം എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ആസ് പെർ ദ കണ്ടീഷൻസ് ഓഫ് ദ പോളിസി, നമ്മുടെ പോളിസിയുടെ ഒരു കണ്ടീഷൻസ് അനുസരിച്ചോ ഏതാണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് നടത്താൻ ഇൻഷുറൻസ് കമ്പനി റെഡി ആയിട്ടിരിക്കണം തീർച്ചയായിട്ടും. അല്ലാണ്ട് അത് പിന്നെ എങ്ങനെ തരാന്നൊക്കെ പറയാനൊന്നും പറ്റൊന്നുമില്ല. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു കൺഫേം, ഈ പറയുന്ന ഇൻഷുറേഴ്സ് ദേ ഹാവ് ടു കൺഫേം ആൻഡ് പേ ദ ഇൻഷുർഡ് സം. പറഞ്ഞിരിക്കുന്ന ഇൻഷുർഡ് എമൗണ്ട് പേ ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനി അതിനുള്ള കൺഫർമേഷൻസ് കൊടുക്കുക. മാത്രമല്ല എല്ലാ ക്ലെയിം സെറ്റിൽമെന്റും ഒക്കെ as soon as possible within few days, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കണം. ഇഫ് ദ ഡോക്യുമെന്റ്സ് ആർ ഓക്കെ ആൻഡ് ഓൾസോ ഇൻ ഓർഡർ, എല്ലാ ഡോക്യുമെന്റുകളും ക്ലിയർ ആണ്, എല്ലാം ഓർഡർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ക്ലെയിമുകൾ സെറ്റിൽ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു
കാര്യമായിരിക്കാം. കാരണം അതല്ലെങ്കിൽ ചില ആൾക്കാർ ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നതിന്റെ പല കാര്യങ്ങളും നമ്മൾ നോക്കും. അതിനകത്തൊരു കാര്യമാണ് എത്രത്തോളം അത് അവര് നമുക്കതിന്റെ ആ ഒരു സമയത്ത് നമ്മളെ അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇൻഷുറൻസ് കിട്ടേണ്ട സമയവും കഴിഞ്ഞു, സന്ദർഭവും കഴിഞ്ഞു, അതിന്റെ ആവശ്യവും കഴിഞ്ഞു, ഒന്നും ആ സമയത്തൊന്നും നമുക്ക് കിട്ടിയില്ല, കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. കാശായതുകൊണ്ട് എപ്പോ കിട്ടിയാലും ഓക്കെ. പക്ഷെ എങ്കിലും ആ നെസസിറ്റിയിൽ കിട്ടുന്നത് ലക്ഷറിയിൽ കിട്ടുന്നതിനേക്കാളും വളരെ അല്ലെ, 1 രൂപ നമുക്ക് അത്യാവശ്യമുള്ളപ്പോ കിട്ടുന്നതും ഒരുപാട് കാശുള്ളപ്പോ 1 രൂപ കൊണ്ടുവന്ന് കിട്ടുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടൈം അവിടെ കൃത്യമാക്കി ആളുകൾക്ക് അവരുടെ സർവീസ് വളരെ നല്ല രീതിയിൽ കൊടുത്താലാണ് ഇൻക്രീസ് ദ ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. തീർച്ചയായിട്ടും ആളുകളുടെ വിശ്വാസ്യത പിടിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. കാരണം അവര് വളരെ പക്കയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാമായിട്ട് അങ്ങനെ തന്നെയാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നതും. കൂടുതൽ ഇൻഷുറൻസ് വാങ്ങിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നതും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന്റെ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് ഇൻഷുറൻസിന്റെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി മാത്രമല്ല മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, when we are purchasing a policy, അപ്പൊ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് we have to disclose all our health conditions, our lifestyle, details about our health. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന, നമ്മുടെ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻഷുററോട് തുറന്ന് പറഞ്ഞിരിക്കണം. അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒളിച്ചു വെച്ച് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലെങ്കിൽ കൺസീൽ ചെയ്ത് ഒളിച്ചു വെച്ചിട്ട് പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നീട് അതിന്റെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കിയാൽ എപ്പോ വേണമെങ്കിലും ഇൻഷുറർക്ക് ആ ഒരു പോളിസി ക്യാൻസൽ ചെയ്ത് കളയാനുള്ള റൈറ്റ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. എനിക്കിത് ഇപ്പൊ ചില രോഗങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ചില രോഗങ്ങളൊക്കെ എക്സ്ക്ലൂഡഡ് ആണ്. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഉള്ള രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം ഉണ്ട് എന്നിട്ട് ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നു, അവരെ പറ്റിച്ച് കുഴപ്പമൊന്നുമില്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ പോളിസി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ തന്നെ വേഗം പോയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡായി വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ സർജറിക്ക് വേണ്ടി ചെലവായി. അപ്പൊ തന്നെ നമ്മൾ വേഗം അവരെ വിളിക്കുന്നു ക്ലെയിം ചെയ്യാനായിട്ട്. അപ്പൊ അവർ പറയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാവുന്ന അസുഖമല്ല. ചില അസുഖങ്ങൾ നമുക്കറിയാം അത് കുറച്ച് പതുക്കെയാണ് അത്രയും സീരിയസ് ആകുള്ളൂ. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വേഗം സീരിയസ് ആവില്ല അല്ലെ, ഓരോ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചില്ല എന്നുള്ള ഇതിലൊക്കെ പോളിസിയൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ ആള് ഭയങ്കര മോശം കണ്ടീഷൻസിലേക്ക് പോയി. അത് മുഴുവനും ആര് വഹിക്കണം? കമ്പനി വഹിക്കണം ആ ചെലവ് മുഴുവനും അല്ലെ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് കളയാനുള്ള അധികാരം ഉണ്ടെന്നാണ് കമ്പനിക്ക്. അപ്പൊ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ട്. ഓക്കെ, ആ പോയിന്റുകളെല്ലാം തന്നെ വായിച്ചു നോക്കണം. ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്ന് മാർക്ക് ചെയ്യാനായിട്ട്, എന്താണ് ക്ലെയിം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ സ്റ്റെപ്പ് ക്ലെയിം വയ്ക്കുക, പിന്നെ എന്താ പറയുക വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലോ പോയിട്ട് ഫയൽ ചെയ്യുക ക്ലെയിമിന്റെ. അതിന്റെ ഒപ്പം തന്നെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഓക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ക്ലെയിം സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നടപടികളിലേക്ക് പോകും. അതിന് പേ ഔട്ട് നടത്തണം. പേ ഔട്ട് എന്താണെന്ന് പറഞ്ഞു, ഇൻഷുറൻസ് ഏത് വിധേനയും ആ ലംസം എമൗണ്ട് ഇൻഷുറൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അതിനെ ബേസ് ചെയ്തിട്ട് പേയ്മെന്റുകൾ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കുക. ആസ് സൂൺ ആസ് പോസിബിൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് ആയിരിക്കണം ആ ഒരു സെറ്റിൽമെന്റുകൾ നടത്താനായിട്ടും നോക്കേണ്ടത്. അത് നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് വർത്തിനെസിന്റെ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതായിരിക്കും. മാത്രമല്ല ഏതെങ്കിലും പോളിസി ഹോൾഡർ കൺസീൽ ചെയ്ത് പല കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടോ ഒക്കെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് ശരിയായ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യാതൊക്കെ ഇൻഷുറൻസ് എടുത്താൽ എപ്പോൾ വേണമെങ്കിൽ അവർക്ക് അത് ക്യാൻസൽ ചെയ്ത് കളയാനും പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? സ്റ്റെപ്സ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. സിമ്പിൾ കാര്യങ്ങളാണ് എഴുതിയൊക്കെ. നമുക്ക് കുറെയൊക്കെ വായിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ. അതായത് മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ കയറുമ്പോൾ ഇൻഷുറൻസിന്റെ ഭാഗത്ത് എന്തൊക്കെയാണെന്ന് ചെറിയ അറിവുകൾ നമുക്ക് വേണ്ടേ? രണ്ട് കുഞ്ഞ് ടോപ്പിക്കും കൂടിയുള്ളൂ നമുക്ക് ഇനി പഠിക്കാനായിട്ട്. ഒന്ന്, ബജാജ് അലയൻസ് ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തൊട്ടുമുള്ള ക്ലെയിമിന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞില്ലേ, ആ ക്ലെയിം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതൊരു ഫ്ലോ ചാർട്ട് മാതിരി കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ എക്സിക്യൂട്ടീവ് മാനേജറുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ എക്സിക്യൂട്ടീവ് മാനേജർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്, റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പഠിക്കാനുള്ള.
വായിച്ചു നോക്കുക. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ടിനകത്ത് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ എന്താ പറയാ നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ PDF എടുത്തു വെച്ചിട്ടിരിക്കണേ. ഓഡിറ്റ് ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇത് അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തോളാം, കുഴപ്പമില്ല. അപ്പൊ ബജാജ് അലയൻസിന്റെ ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് ഉണ്ട്. അതൊക്കെ ആദ്യം തന്നിട്ടുള്ള ഒരു ആളാണ്. ഓക്കെ, അതൊരു കസ്റ്റമർ ആണ്. കസ്റ്റമർ ആയതുകൊണ്ടാണ് ആളുടെ ഫിഗർ അവിടെ കൊടുത്തത്. കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ആദ്യം തന്നെ കസ്റ്റമർ അതായത് ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ ഈ പോളിസി ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ള ആളാണ്. അപ്പൊ ആള് ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നു. അപ്പൊ ഹോസ്പിറ്റൽസ്, അതാണ് ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗിന്റെ കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രോ ഓൺ ഫോർ ട്രീറ്റ്മെന്റ്. ഒരു നല്ലൊരു എന്താ പറയാ ഒരു ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഫാക്സ് ആയിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഹോസ്പിറ്റൽസ് അതിന്റെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും മറ്റൊക്കെ വായിച്ച് നോക്കി അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിന്റെ ഫാക്സ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആർക്കാണ് ഫാക്സ് ചെയ്ത് കൊടുക്കുന്നത്? ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ആയതുകൊണ്ട് അവർക്കാണ്. അപ്പൊ ബജാജ് അലയൻസുകാർ എന്ത് ചെയ്യുന്നു? അത് റിസീവ് ചെയ്യുന്നു. ഫാക്സ് ആയിട്ട് കിട്ടിയ ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം റെഫർ ചെയ്യുന്നു. എന്നിട്ട് ആ ഡീറ്റെയിൽസ് നോക്കിയിട്ട് പോളിസിയുടെ ബെനിഫിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഹോസ്പിറ്റൽസിലേക്ക് അതിന്റെ ഒരു റെസ്പോൺസ് എന്ന് വെച്ചാൽ ഇത് എന്താണ് അവരുടെ റെസ്പോൺസ് എന്താണ്? ആ റെസ്പോൺസ് മൂന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അപ്രൂവ്ഡ് റെസ്പോൺസ് ഉണ്ട്, ഒന്ന് ഡിനയൽ റെസ്പോൺസും ഉണ്ട്, ഒന്ന് അതായത് അതോറിറ്റീസിനാണ്, അതായത് ഫാക്സിലൂടെ ബന്ധപ്പെട്ട അതോറിറ്റീസിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഡിനയലും ഉണ്ട്. അതുപോലെ തന്നെ ക്വറി എന്ന് പറയുന്നത് അന്വേഷണം. അതായത് ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് വെരിഫൈ ചെയ്ത് നോക്കി, അപ്പൊ അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അപ്പൊ തന്നെ ഡിനൈ ചെയ്ത് നിഷേധിച്ചു. എന്ന് വെച്ചാൽ ഈ ആൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള യാതൊരു ഇതുമില്ല എന്നുള്ളത് ഡിനൈ ചെയ്തു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്, എവിഡൻസ് ഉള്ളത് കൊണ്ടാണ്. അതായത് ആ ആൾക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന് അവൈലബിലിറ്റി ഇല്ല എന്ന് ഡിനൈ ചെയ്യുന്നു ബജാജ് അലയൻസ് ഇൻഷുറൻസ് പ്രകാരം. ഓക്കെ, അപ്രൂവ്ഡ് ആണെങ്കിൽ എന്താ? കറക്റ്റ് ആണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, അതുകൊണ്ട് ഇയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത് ഞങ്ങളാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. മറ്റേത് ക്വറി ആണ്. ക്വറി എന്താണ്? ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം. അതായത് അന്വേഷിക്കേണ്ടി വരും കുറച്ച് കാര്യങ്ങൾ, അന്വേഷിച്ചിട്ടേ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആ ചാർട്ട് പോയത് കേട്ടോ. ഇനി അപ്രൂവഡിൽ എന്തായിരിക്കും വരിക? അപ്പൊ അപ്രൂവഡിൽ വരുന്നത് അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ. അപ്പൊ തന്നെ അപ്രൂവൽ കൊടുക്കുന്നു. ശരി, ഓക്കെ, ഇയാൾക്ക് വേണ്ട ചികിത്സകളൊക്കെ കൊടുക്കാനായിട്ട് കുഴപ്പമില്ല എന്നുള്ള അപ്രൂവൽ ലെറ്റർ വിൽ ബി ഫോർവേഡഡ് ബൈ ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ആണ് അവരുടെ അപ്രൂവൽ ലെറ്റർ ഫോർവേഡ് ചെയ്യുന്നു. അപ്രൂവൽ ലെറ്റർ എവിടെ എത്തും? ഹോസ്പിറ്റൽസിലേക്ക് എത്തും. ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. പൈസയൊന്നും ഇല്ലാതെ അവർക്ക് ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കാതെ ഹോസ്പിറ്റലുകാർ എന്താ പറയാ വളരെ സന്തോഷത്തോടെ വേഗം തന്നെ ട്രീറ്റ്മെന്റിന് കയറ്റും. കാരണം എന്താ? അവർക്ക് അപ്രൂവൽ കിട്ടി. എവിടെ നിന്ന് കിട്ടി? ബജാജ് അലയൻസ് കൊടുത്തു. നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ഇയാളെ ട്രീറ്റ് ചെയ്തോ, യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റ് അവരെ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള മെഡിക്കൽ നോൺ മെഡിക്കൽ എല്ലാ എക്സ്പെൻസുകളെല്ലാം തന്നെ ആര് പേ ചെയ്യുന്നു? ബജാജ് അലയൻസ് പേ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ ഒരു വഴി ക്ലിയർ ആണ്. ക്ലിയർ മീൻസ് കസ്റ്റമർ സമീപിക്കുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റൽസ് അപ്പൊ തന്നെ ബജാജ് അലയൻസുകാരെ അത് അറിയിക്കുന്നു. ഫാക്സ് ചെയ്ത് ഫാക്സുകൾ വായിച്ചു നോക്കി അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അപ്രൂവ്ഡ് ആണെങ്കിൽ എന്ത് പറയുന്നു? അപ്രൂവൽ ലെറ്റർ കൊടുക്കുന്നു. അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഹോസ്പിറ്റൽസുകാർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നു. അത് അപ്രൂവൽ കിട്ടിയാൽ. എന്നാൽ ഡിനൈൽ ആണെങ്കിൽ, ഡിനൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നിഷേധിച്ചു എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റില്ല, ഇപ്പൊ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ഡിനയൽ ലെറ്റർ ആണ് കൊടുക്കുക. മറ്റേതിൽ അപ്രൂവൽ ലെറ്റർ കൊടുത്ത സ്ഥാനത്ത് ഇവിടെ ഇല്ല, ഇത് ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരിക്കും ബജാജ് അലയൻസ് സെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ദ പേഷ്യന്റ് ആസ് ക്യാഷ് പേഷ്യന്റ് ആൻഡ് പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽസ്. തീർച്ചയായിട്ടും ചികിത്സ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി പൈസ തരാത്തതുകൊണ്ട് നിങ്ങൾ കൊണ്ട് പൊക്കൊന്നും പറയില്ല. അപ്പൊ എന്തുകൊണ്ട്? നിങ്ങളുടെ ഇത് ഡിനൈഡ് ആയി പോയി. ദാറ്റ് മീൻസ് പേയ്മെന്റ് ഇൻഷുറൻസ് കിട്ടില്ല, അവിടെ നിന്നൊന്നും കിട്ടില്ല, ക്യാഷ് തന്നിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്
പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു, അവരോട് തന്നെ പേഷ്യന്റിനോട് തന്നെ കാശടയ്ക്കാനായിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യാം, ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. വീണ്ടും വേണമെങ്കിൽ അവർക്ക് റീഇംബേഴ്സ്മെന്റിനുള്ള, അതായത് വീണ്ടും അവർക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. അതിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടാണല്ലോ ഡിനൈൽ ചെയ്തത്. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുക. എന്തായാലും അവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. അതേസമയം ഈ ഡിനൈൽ വന്നു കഴിഞ്ഞാൽ ആ ഡിനൈലിന്റെ കാരണങ്ങൾ വേണമെങ്കിൽ തിരക്കാനായിട്ട് പോകും. അതുകൊണ്ടാണ് ആ ക്വറി എന്ന് പറയുന്നത് ഡിനൈലിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, തിരക്കുന്നു. ക്വറി ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിനൈൽ ആ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ വന്നു അന്വേഷിക്കുന്നു. ഹോസ്പിറ്റൽസ് ഹാവ് ഫാക്സസ് ദ റിപ്ലൈ. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വേഗം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുന്നു, അതിന്റെ റിപ്ലൈ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഫാക്സ് ചെയ്യുന്നു. ആസ്ക്ഡ് ബൈ ദി ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് അത് എന്നിട്ട് വീണ്ടും ബജാജ് അലയൻസുകാരെ അറിയിക്കുന്നു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും നോക്കിയിട്ട് ഇനിയും അത് അപ്രൂവൽ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് നോക്കും. അതുകൊണ്ടാണ് ആ എനമാർക്ക് വീണ്ടും മുകളിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, ഇത് ഇവരുടെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റ് ബജാജ് അലയൻസിൽ നിന്നും ക്ലെയിം ചെയ്യുന്ന രീതിയാണ് ആ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലോ ചാർട്ടിൽ ചിലപ്പോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ അപ്രൂവലും ഡിനൈലും അതുപോലെ തന്നെ ക്വറിയും ഒക്കെ നടത്തുന്നത് അതെപ്പോഴാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ലെറ്റർ ആണ് സമർപ്പിക്കണേ, അപ്രൂവൽ ലെറ്റർ ആണ് അല്ലെങ്കിൽ ക്വറി ലെറ്റർ ആണ്, ഡിനൈൽ ലെറ്റർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബജാജ് അലയൻസുകാർ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസുകാർ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അതിനപ്പോ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുമെന്നൊക്കെ. ക്ലിയർ ആയോ? ചാർട്ടായിട്ട് ഒന്ന് നോക്കി പഠിച്ചു വെച്ചേക്കാം. ചാർട്ടിലുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി ഒരു കുഞ്ഞ് ടോപ്പിക്കും കൂടെ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റീസ് ആണ്. അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. എക്സ്ട്രാ ടോപ്പിക് നോട്ടൊന്നും ഇല്ല ഇവിടെ. ഇല്ല. ഇതാണ് നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ചാപ്റ്റർ. ഇതാണ്, ഇത്ര വരെയുള്ളൂ. എക്സ്ട്രാ നോട്ട്സ് ഒന്നുമില്ല. എക്സ്ട്രാ ടോപ്പിക് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു PDF നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ അങ്ങനെ ഒരു PDF ഉണ്ട്. അതില്ലടാ. അത് ഏതോ എനിക്ക് തോന്നുന്നത് പണ്ട് ഏതോ ടീച്ചർ കൊടുത്ത നോട്ടാ, അല്ലാതെ നമ്മുടെ ഈ കോഴ്സിനകത്ത് പെട്ട നോട്ടല്ല കേട്ടോ. അത് കോഴ്സിനകത്ത് പെട്ട നോട്ടല്ല. അത് ഏതോ ടീച്ചർ എക്സ്ട്രാ ആയിട്ട് കൊടുത്ത നോട്ടാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത്